പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഭാഷിതങ്ങൾ 11 അധ്യായം 14 വാക്യം. മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലംപതിക്കും, ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ സുരക്ഷിതത്വവുമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഈശോയിൽ പ്രിയരെ, കൃത്യമായ ഒരു മാർഗനിർദ്ദേശമില്ലെങ്കിൽ ഒരു ജനത ഇല്ലാതായി തീരുമെന്നും ഉപദേശം നൽകുവാൻ ധാരാളം പേരുണ്ടെങ്കിൽ അതുപോലെ തന്നെ കൂടുതൽ സുരക്ഷിതത്വവും ഉണ്ടാകും എന്ന് ഇന്നത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം തിരഞ്ഞെടുത്ത അവിടുത്തെ പ്രിയജനമാണ് നാം. അവിടുത്തേക്ക് ആരാധനാസ്തുതികൾ അർപ്പിച്ച് അവിടുത്തെ ആശ്രയിച്ച് നേർവഴി ചരിക്കേണ്ട പ്രിയജനം. പക്ഷേ അവിടുത്തെ ഛായയിലാണ് നാം വാർത്തെടുക്കപ്പെട്ടതെങ്കിലും നാം അവിടുത്തെ പോലെ പൂർണ്ണരല്ല. ധാരാളം അപൂർണതയുണ്ട്, മാനുഷികമായ ബലഹീനതകളുമുണ്ട്. അങ്ങനെയുള്ള നമുക്ക് ആത്മീയ ജീവിതത്തിൽ വഴികാട്ടുവാൻ മാർപ്പാപ്പ മുതൽ നമ്മുടെ ഇടവകയിലെ വികാരി അച്ഛനെ വരെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ധാരാളം സന്യസ്തരും തിരഞ്ഞെടുക്കപ്പെട്ട അൽമായരും നമുക്കുണ്ട്. അവരെ പ്രതി ഇന്ന് ദൈവത്തിന് നന്ദി പറയാം. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൊച്ചു കൂട്ടായ്മയെയും ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിയോഗം വരുമ്പോൾ നാം കണ്ടിട്ട് പോലുമില്ലാത്ത ധാരാളം പേർ ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തി അനുഗ്രഹങ്ങൾ നേടിത്തരുന്നു. നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിൽ എളിമപ്പെടാം. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ തന്ന് നമ്മുടെ ഗ്രൂപ്പിനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ നയിക്കുന്ന അൽഫോൻസ് ചേച്ചിയെയും ജോസ് ബ്രദറിനെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂട്ടായ്മയിൽ ഇതുവരെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച, വചനം പങ്കുവച്ച എല്ലാവരെയും ദൈവത്തിന് സമർപ്പിച്ച് നന്ദി പറയാം. ധാരാളമായി നമ്മുടെ കൂട്ടായ്മ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കാം. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.